ഇവനെയൊക്കെ എന്ത് പേരിട്ട് വിളിക്കണം ഗൈസ്? കണ്ടില്ലേ നിങ്ങൾ? ഇപ്പോൾ അപ്പാനിയും അതേ കണക്ക് അക്ബർ, ആര്യൻ, ജിസേൽ, റെന, എൻ്റെ കൂടെ ബിന്നിയും ഇവരെല്ലാം കൂടി കൂടിയാലോചന നടത്തുക. എന്താണ് കൂടിയാലോചന? ഇത് അനിമോളെക്കുറിച്ച് തന്നെയാണ്. അനിമോളെ ഇവിടെ നിന്ന് ചാടിച്ചേ പറ്റൂ. അപ്പാനി പറയുന്നൊരു വാക്കുണ്ട്, അവനങ്ങ് നാട്ടിലെങ്ങാണോ ആയിരുന്നെങ്കിൽ അവനങ്ങ് ശരിയാക്കി കളഞ്ഞെന്ന്. ഇവനൊന്നും നാണമില്ലേ? ഇത്രയും പെണ്ണന്മാരായിപ്പോലെ കുറേ പെമ്പിള്ളാരെ അടുത്ത് പിടിച്ചിരുത്തി അവരുടെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂടിപ്പോകും ഗൈസ്. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല, എന്നാലും പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയുകയാണ്. നാണവും മാനവും ഇല്ലാത്ത വെറും മരവാഴകൾ. ആ ഒരു പെങ്കൊച്ചിനെ എല്ലാവരും കൂടി ചേർന്ന് ആക്രമിച്ചിട്ട് വീണ്ടും അതവിടെ ഇരുന്ന് പാത്രം കഴുകുന്നു. എത്രയോ മണിക്കൂറുകളായി കിച്ചൻ്റെ ഫുഡെല്ലാം കൊടുത്ത് അവൾ ഒരിച്ചിരി ഫുഡെടുത്ത് മാറ്റി വെച്ച് അതെടുത്ത് കഴിച്ചിട്ട് അവൾ വീണ്ടും പാത്രം കഴുകാൻ തുടങ്ങി. ഗ്യാസ് എല്ലാം ക്ലീൻ ചെയ്യുന്നത് ബിഗ് ബോസ് കാണിക്കുന്നു. ഓരോ പ്രാവശ്യം ഇവർ അതിനെ കുറ്റം പറയുന്നത് കാണിക്കുന്നു, അവൾ പാത്രം കഴുകുന്നതും കാണിക്കുന്നു. എങ്ങനെയുണ്ട്? ഒറ്റയ്ക്ക് നിന്ന് അതെല്ലാം ചെയ്യുന്നു. അവിടെ ഇന്നലെയും അതെല്ലാം ചെയ്തിട്ട് ഈ എന്താ പറയുക, ഈ ജിസേലെന്ന് പറയുന്ന കള്ളി ബിഗ് ബോസിനോട് പോയി ഇന്ന് കൺഫെഷൻ റൂമിൽ എന്ന് പറഞ്ഞ് ഞാൻ എല്ലാ പണിയും ചെന്നിട്ടും ആ കൊച്ച് പറയുന്നില്ല ഞാനാണ് കിച്ചണിൽ ചെയ്തെന്നുള്ള കാര്യം. ആ കൊച്ച് മിണ്ടുന്നേ ഇല്ല. കാരണം ബിഗ് ബോസ് അതിനറിയാം, ക്യാമറയുണ്ട്, ഇത് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇത്രയും ഒരു കള്ളി. എന്നിട്ട് അവൾ അവിടെ നിന്ന് എന്തൊക്കെ പറഞ്ഞു. ഇപ്പോൾ അവൾ വന്നിരുന്നങ്ങ് ശരത്തിനോടും അപ്പാനി എന്ന് പറയുന്ന വിവരദോഷിയോടും കക്കൂസ് അക്ബറിനോടും, അവൻ്റെ പേര് ഞാൻ മാറ്റി കേട്ടോ, കക്കൂസ് അക്ബർ, അവൻ അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ല. കാരണം ഇന്ന് അനിമോളെ അവൻ തീട്ടം തൂറി മെഴുകുന്നു എന്നൊക്കെയുള്ള വാക്കുകളാണ് പ്രയോഗിച്ചത്. അതെനിക്ക് ചീവിയുടെ റൻ അവൾക്കിനി വേറൊരു പേരും കൂടി കണ്ടുപിടിക്കണം. അവളിന്ന് അനിമോളെ പട്ടി എന്നൊക്കെയാണ് സംബോധന ചെയ്തത്. പട്ടിയുടെ മോറുള്ള ഒരു മുഖമായിട്ട് നടക്കുന്നവളെന്ന് പറഞ്ഞാൽ അവളെ മോന്ത കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവൾക്ക് തുല്യമാവുന്ന ശരിയല്ലോ. അവൾ ഈ പ്രായത്തിൻ്റെ ഒരു ഇത് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് മാക്സിമം അങ്ങ് പോട്ടെന്ന് വിചാരിക്കുകയാണ് ആ ചീവീടിൻ്റെ കാര്യം. അപ്പോൾ വളരെ മോശമായിട്ട് ഇന്ന് എല്ലാവരും ആക്രമിച്ചു. ഇപ്പോൾ അതേ എല്ലാം കൂടി കുറേ നേരമായിട്ട് കട്ടിലേക്ക് കിടന്ന് ഇരുന്ന് ഭയങ്കരമായിട്ട് ഗൂഢാലോചന നടത്തും. അവളെ എങ്ങനെയും തറ പറ്റിക്കണം, അവളെ പുറത്താക്കണം. ഈ ശരത്തി എന്നിട്ട് ആദില നൂറയോട് പറയുകയാണ്, നിങ്ങൾ അറിഞ്ഞ് കളിക്കണം, നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ അവർ വേറെ തരത്തിലുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ ഇവളുടെ കൂടെ അനുവിൻ്റെ കൂടെ പോവരുത് എന്നുള്ള രീതിയിൽ പറയാം. അവർ പറഞ്ഞ് ചേട്ടൻ പറഞ്ഞത് ഓക്കെ, അപ്പം നിങ്ങളുടെ ഗെയിമായിരിക്കാം നെവിനെ പുറത്താക്കിയത്, പക്ഷേ എനിക്ക് അതിനോട് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പോയിട്ട് ആ പെണ്ണൻ അവിടെ ചെന്ന് ഇവനോടും ഈ ആര്യനോടും അതുപോലെ തന്നെ ജിസേലിനോടും റെനയോടും ഒക്കെ പറയുന്നു. ഇവന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ഈ നാട്ടിൻപുറത്തെ പെണ്ണുങ്ങളുടെ കീഴിലിരുന്ന് ഇങ്ങനെ പറയുന്നവനായിരിക്കും കേട്ടോ. അയ്യോ, ഇവനെയൊക്കെ സിനിമാക്കാരനാണ്, ഇവനൊക്കെ സിനിമാ നടനാന്ന് പറയുന്നത് തന്നെ നമുക്ക് നാണക്കേടായി. ഇവനെ കൊണ്ട് ആരിനി സിനിമ എടുക്കും? ഇവനെ കൊണ്ട് ഏതാണ്ടൊരു സിനിമ വന്നിരിക്കുന്നു പറയുന്നത് ചെയ്തൊന്നുമില്ല. ആ പ്രൊഡ്യൂസർ ഇരുന്ന് തലയിൽ കൈവെക്കുമായിരിക്കും. അയ്യോ, ഈ വിടുവാന് ഈ വെറും പെണ്ണനെ കൊണ്ടാണല്ലോ ദൈവമേ സിനിമ ചെയ്യിച്ചതെന്ന്. ഇത്രയും ഒരു വിവരദോഷി. എന്നാൽ അവൻ്റെ പെണ്ണുമ്പിള്ള ഗർഭിണിയാണെന്ന് പറയുന്നത്. ഈ ഗർഭിണിയായിട്ടുള്ളൊരു പെണ്ണുമ്പിള്ള വെച്ചിട്ടാണ് ഇവൻ അവിടെ ഇരുന്നിട്ടൊരു പെങ്കൊച്ചിനെ ഇത്രയും മാത്രം ദൂഷിക്കുന്നത്. ഒരു പെങ്കൊച്ചിനെ ദൂഷിക്കുകയല്ല, അവളവിടെ നിന്ന് മാറിയിരുന്ന് ദൂഷിക്കുകയല്ല. അവൾ ആരുടെയും കുറ്റം പറയുന്നില്ല. അവളവിടെ പോയി പാത്രം കഴിയുന്നു, അവളവളെ കാര്യം നോക്കുന്നു. അതുപോലെ തന്നെ ആദിലയും നൂറെ അവരുടെ ഗ്യാങ് ഇരുന്ന് പറയുന്ന അവരുടെ കാര്യങ്ങളാണ്. അവർ പഴയ യാത്രകളും മറ്റുള്ളവർ എല്ലാവരും കൂടി ഷെയർ ചെയ്യണം, അല്ലാണ്ട് ആരുടെയും കുറ്റം പറയില്ല. അത് തന്നെ ബിഗ് ബോസ് തിരിച്ചും മറിച്ചും കാണിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും വിവരമില്ലാത്തവൻ. അതേപോലെ തന്നെ ഈ ബിന്നിയോട് ചൈന ഭാഷയിൽ നീ പോടി എന്നും പറഞ്ഞിട്ട് നീ ഇറങ്ങിപ്പൊടിയെന്നോ അങ്ങനെ എന്തോ വളരെ മോശമായിട്ടുള്ളൊരു വാക്ക് ചൈന ഭാഷയിൽ വാങ്ങിച്ച് പഠിക്കുന്നുണ്ട്. അതിപ്പം ബിഗ് ബോസ് വാൺ ചെയ്യണം. മലയാളമല്ലാതെ വേറെ ഭാഷ ഇവിടെ ഉപയോഗിക്കരുതെന്ന് ബിഗായിട്ട് വാൺ ചെയ്തില്ലെങ്കിൽ അത് വളരെ മോശമാകും. കാരണം ചൈനയിലൊക്കെ മറ്റുള്ളവരെ ചീത്ത വിളിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശമാണ്. അത് പ്രത്യേകിച്ച് ബിന്നിക്ക് വാൺ ചെയ്യണം. ബിന്നിക്ക് ചൈന ഭാഷ അറിയാം, എന്താ നമുക്കറിയത്തില്ല. 5 വർഷം കൊണ്ട് ചൈനയെ പഠിച്ചെന്ന് വെച്ചാൽ അവളിവിടെ ഡോക്ടറൊന്നും ആവത്തില്ല. ഇവിടെ വന്ന് FMCG എക്സാം എഴുതണം. FMCG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 4-5% അല്ലെ 6% ആൾക്കാരാണ് ഇവിടെ എഴുതി ജയിക്കുന്നത്. അത് എഴുതണമെങ്കിൽ ഇച്ചിരി വിവരം ബുദ്ധിയൊക്കെ വേണം. അല്ലാതെ ചൈനയിലെ MBBS പഠിച്ചിട്ട് വന്നിട്ട് ഇവിടെ ഒരു പുല്ലും നടക്കത്തില്ല. ചൈനയിൽ അവിടുത്തെ ട്രഡീഷണൽ വൈദ്യം ആദ്യം പഠിപ്പിക്കുന്നത്. ഇവിടുത്തെ മോഡേൺ മെഡിസിൻ ഒന്നും കറക്റ്റായിട്ടുള്ള മോഡേൺ മെഡിസിൻ്റെ പഠിപ്പ് വളരെ കുറവാണ്. അതുകൊണ്ട് ഇവിടുത്തെ FMCG എക്സാം എഴുതി
മെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ച ഒരു എക്സാമാണ്. അത് എഴുതി അതിനകത്ത് ജയിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് ഇവിടെ ഇന്ത്യയിൽ വന്ന് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂ. അതിന് വിവരമില്ലാത്തതുകൊണ്ടായിരിക്കും അത് എഴുതാതെ കിടക്കുന്നത്. അതുകൊണ്ട് ഡോക്ടർ എന്നുള്ള പേരേ പറയാൻ പറ്റില്ല. ചൈനയിൽ പോയി പഠിച്ചെന്നുണ്ടെങ്കിൽ ചൈനയിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, വേറെ ഏതൊക്കെയോ രാജ്യങ്ങൾ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ ഇന്ത്യയിൽ പറ്റില്ല, ഇന്ത്യയിൽ ഡോക്ടർ ആവത്തില്ല. ഇന്ത്യയിൽ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട്, കാരണം എൻ്റെ ബ്രദർ ഉക്രൈനിൽ പഠിച്ചിട്ട് വന്ന് 3ാമത്തെ പ്രാവശ്യമാണ് എഴുതി ആ FMCG എക്സാം എഴുതിയിട്ട് ഇവിടെ MBBS ഡോക്ടറായി കഴിഞ്ഞ് ഇപ്പോൾ PG ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് കൃത്യമായിട്ടറിയാം. അപ്പോൾ ബിന്നി പറഞ്ഞു കൊടുക്കുന്ന ചൈന ഭാഷ ഇവളൊക്കെ എന്തോന്നടേ, അവരുടെ ഗ്യാങ്ങിൽ കയറിയിട്ട് അവളെ ഇവിടെ കുറച്ച് സീരിയലിലൊക്കെ അഭിനയിച്ച് കുറേ ആൾക്കാർക്കൊക്കെ ഇഷ്ടമായിരുന്നു. അവളത് കൊണ്ട് കളഞ്ഞ് അത് എല്ലാം പോക്ക്. വെറും മരവാഴകൾ അതേ പറയാൻ പറ്റും. എന്തായാലും ഈ അപ്പാനി എന്ന് പറഞ്ഞ വിവരം കെട്ടവന് പറ്റുന്നൊരു പേര് കണ്ടുപിടിക്കണം. ഇവന് നാണമില്ലേ, ഇവന് നാണമെന്ന് പറഞ്ഞാൽ മാനമില്ലേ. ഇന്ന് അവൻ അവിടെ ഇരുന്നിട്ട് പറയുന്നിട്ട് ഇവളെ എന്തോ ദൈവമേ, ഒരു പെങ്കൊച്ചിൻ്റെ തോളയിലോട്ട് കയറുന്ന കണ്ടു കഴിഞ്ഞാൽ ഇവന് 2 മക്കളില്ലേ, 3ാമത്തത് ഗർഭിണിയാണെന്നും പറയുന്നു. ഇവനെയൊക്കെ എങ്ങനെ ഇനി നാട്ടുകാർ നാട്ടിൽ കയറ്റുമോ? എൻ്റെ ഈശ്വര, ഞാൻ ആലോചിക്കുവാണ്. ഇവനൊക്കെ ആ നാട്ടുകാർ ഇനി നാട്ടിൽ കയറ്റുമോ? ഇവനൊക്കെ എന്താണ് പുറത്ത്? അതിനൊക്കെ അക്ബർ എന്ന് പറയുന്നവൻ അവൻ ഒരു പെണ്ണിനെ എന്തു പറയുന്ന സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു. അത് കഴിഞ്ഞപ്പോൾ വേറെ ഏതാണ്ട് വിളിച്ചു, തെറി വിളിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അടുത്ത പെണ്ണിനെ തീയിട്ടം തൂറി നരന്ന്. ഇവന് ഈ കക്കൂസും തീട്ടവും മാത്രമേ ഉള്ള ഓർമ്മ. ഇവനിനി അതാണോ വാരി തിന്നുന്നത്? എങ്ങനെ പറയാതിരിക്കും? അത്രയ്ക്ക് വിവരം കെട്ട കുറേ മരവാഴകൾ. അപ്പോൾ എന്തായാലും 3-4 പെണ്ണുങ്ങളുടെ ജിസേൽ ഉൾപ്പെടെയുള്ള പെണ്ണുങ്ങളുടെ കീഴിലിരിക്കണം ഈ അപ്പാനി ശരത്ത്. അവൻ്റെ പെണ്ണുമ്പിള്ള കാണുന്നില്ല ഇതൊന്നും. ഈ അക്ബർ എന്ന് പറയുന്നവൻ്റെ പെണ്ണുമ്പിള്ള കാണുന്നില്ലേ? എപ്പോഴും ജിസേലിനെയും അതേണക്ക് ഈ റെന ഫാത്തിമ പോലെ പിള്ളേരെ പിടിച്ചു വെച്ച് അവരടുത്തിരിക്കണം. അതാണ് ഇവൻ്റെയൊക്കെ ഹോബി. അതിന് അനുവിനെ കിട്ടത്തില്ല. അതാണ് ഇവൻ്റെയൊക്കെ പ്രശ്നം. അത് അവനൊക്കെ വേറെ സോക്കേടാണ്, പറയാതിരിക്കാൻ വയ്യ ഗൈസ്. അപ്പോൾ അതിന് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.